വയനാട്ട് വാഗേരിയിൽ പിടിയിലായ കടുവയെ പുത്തൂരിൽ എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വലിയ പ്രതിഷേധങ്ങൾക്കിടെയാണ് കടുവയെ അവിടെ നിന്ന് മാറ്റിയത്. ഇപ്പോൾ പുത്തൂരിൽ എത്തിച്ചിരിക്കുന്നു. പുത്തൂരിൽ ഇപ്പോൾ വാഹനത്തിൽ നിന്ന് കടുവയെ ഇറക്കാനുള്ള നടപടികളാണോ നടക്കുന്നത്? ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സ്മിത, എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടി തന്നെയാണ് ഈ പുത്തൂരിലെത്തിച്ച കടുവയെ ഇപ്പോൾ ഈ പുറത്തിറക്കാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും 10 ദിവസം കൂടുവച്ച് കാത്തിരുന്നതിന് ശേഷമാണ് ഈ കടുവ ഈ കെണിയിലായത്. അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഈ കടുവയെ കൊല്ലണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഇന്നലെ കടുവയെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പുത്തൂരിലേക്ക് യാത്ര തിരിക്കുകയുമായിരുന്നു. ഒടുവിൽ ഈ പ്രതിസന്ധികൾക്കൊടുവിൽ ഇപ്പോൾ പുത്തൂരിലേക്ക് കടുവയെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ ക്യൂബിലേക്ക്, അതായത് ഈ കടുവയെ മാറ്റും. അതിന്റെ മുഖത്ത്, അതായത് കടുവയുടെ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുഖത്ത് പരിക്ക് പരിശോധിച്ച ശേഷം അതിന് വേണ്ട ചികിത്സയാണ് ആദ്യഘട്ടത്തിൽ നൽകുക. ആ ചികിത്സ നൽകിയതിനു ശേഷം ഇതിനെ പിന്നീട് ഈ ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ ഈ കടുവയെ കൃത്യമായി നിരീക്ഷിക്കും. നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ഒരു സാധാരണ നിലയിലേക്ക് അല്ലെങ്കിൽ മറ്റു കടുവകളെ മാറ്റുന്ന മുറികളിലേക്ക്, കൂടുകളിലേക്ക് കടുവയെ മാറ്റുകയുള്ളൂ. അതുവരെ ഈ ഒബ്സർവേഷനിൽ വച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ക്രെയിൻ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ കടുവയുടെ കൂടാണ്, അതായത് ഈ ലോറിക്കകത്തുള്ള കൂടാണ്. ആ കൂട് താഴെ ഇറക്കിയതിനു ശേഷം അതിന്റെ ഡോറ് തുറന്ന് ഇതിനകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുക. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഈ സൂ ഡയറക്ടർ കൂടി ചേരുകയാണ്, കീർത്തി IFS കൂടി ചേരുകയാണ്. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്? നമ്മളിവിടെ സ്ക്വീസ് കേജുകൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് വേണ്ട ക്യൂബിക്കിൾസിലെല്ലാം ഭക്ഷണത്തിനും വെള്ളത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വയനാട് നിന്ന് ടീം ഇപ്പോൾ കടുവയും കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇറക്കി സ്ക്വീസ് കേജിലാക്കി ഡോക്ടേഴ്സ് രണ്ടും കൂടി അവരെ നോക്കി അവരുടെ എന്താണോ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം പ്രയോറിറ്റൈസ് ചെയ്ത ശേഷം അതിനെ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കും. എത്ര ദിവസം ഒബ്സർവേഷൻ? ഒരു 40 to 60 days എന്തായാലും അതിന് ഒബ്സർവേഷനിൽ വെക്കും. ഗുരുതരമായിട്ടുള്ള പരിക്ക് ഒന്നുമില്ല. ഇപ്പോൾ ആസ് ഓഫ് നൗ ഡോക്ടേഴ്സ് അങ്ങനെയൊന്നും അവർ നോക്കുന്നതേ ഉള്ളൂ. അവർക്ക് നോക്കിയിട്ടേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കടുവയെ ഇപ്പോൾ ഈ ലോറിയിൽ നിന്ന് താഴെ ഇറക്കും. അതിനുശേഷം ഈ കൂടിനോട് ചേർത്ത്, അതായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൂടിനോട് ചേർത്ത് ആ ലോറിയിലുള്ള കൂട് കൊണ്ടുവയ്ക്കും. അതിനുശേഷം ഇതിന്റെ 2 ഡോറുകളുണ്ട്, അതിനും ഡോറുണ്ട്, ഇവിടെയും ഡോറുണ്ട്. ഈ ഡോർ ഉയർത്തിയതിന് ശേഷമായിരിക്കും ഈ കടുവ ഇതിനകത്തേക്ക് പോവുക. അതിനകത്തുകൂടി ആ മുറിയിലേക്ക് എത്തും. അവിടെയാണ് ഇതിന് വേണ്ട ചികിത്സകളെല്ലാം നൽകുക. അതിനുശേഷം ഇതിന് ഈ ഐസൊലേഷൻ ക്യൂബിക്കിൽ സൂക്ഷിക്കും. അതിനുശേഷമായിരിക്കും ഇതിനെ പിന്നീട് ഈ കടുവകളെ പാർപ്പിക്കുന്ന ഈ മുറിയിലേക്ക് ഉൾപ്പെടെ മാറ്റുക. സ്മിത. സൂരജ് സജിയാണ് തൃശ്ശൂരിലെ പുത്തൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കടുവയെ ഇപ്പോൾ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ്. അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷേ കാര്യമായ തിരക്കില്ല. അതിരാവിലെ ആയതിനാൽ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ കടുവയെ സുവോളജിക്കൽ പാർക്കിനകത്തേക്ക് കയറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ കടുവയെ ഏത് രീതിയിൽ ഇപ്പം കടുവയെ കൊല്ലണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെ പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി അടുത്ത നടപടികൾ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും എന്നാണ് ഇന്നലെ DFO തന്നെ അറിയിച്ചത്. ഇന്നിപ്പോൾ അക്കാര്യത്തിൽ ഒരു വ്യക്തത എത്തുന്നുണ്ടോ? വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിലും മറ്റൊരു മറുവശം കൂടി ഇതിനുണ്ടല്ലോ. സ്മിത, ഇന്നലെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയർന്ന സമയത്ത് ഈ പുത്തൂരിൽ നിന്ന് ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ നമ്മളെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നു. പലരും ഇന്നലെ നമ്മളെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരെല്ലാവരും പറഞ്ഞത് ഈ കടുവയെ കൊല്ലേണ്ട കാര്യമില്ല, അതൊരു ജീവിയാണ്, അതുകൊണ്ട് തന്നെ അതിനെ പുത്തൂരിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നൊരു ആവശ്യം ഈ പുത്തൂരിലെ തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇന്നലെ നമ്മളെ ബന്ധപ്പെട്ട് അറിയിക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതേ തുടർന്ന് നമ്മൾ മന്ത്രിയുടെ ഓഫീസ്, അത് മന്ത്രി K. രാജന്റെ മണ്ഡലം കൂടിയാണ്, അദ്ദേഹത്തെ ഉൾപ്പെടെ ബന്ധപ്പെട്ടിരുന്നതാണ്. അങ്ങനെയാണ് ഇന്നലെ മന്ത്രിതലത്തിൽ പോലും ഇതിനൊരു ഇടപെടൽ, അതായത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് െത്തിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ ഉണ്ടായി. കാരണം ഈ പരിക്കേറ്റ ഈ പുലികളെ അടക്കം ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം അത് ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനോട് ചേർന്നുകൊണ്ട് തന്നെ ഈ മൃഗപരിപാലന കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ അത്യാധുനിക സൗകര്യങ്ങളാണ് ഈ പുത്തൂരിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ കടുവയെ ഇവിടെ എത്തിക്കുക, അതിനുവേണ്ട ചികിത്സ നൽകി അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനെ പക്ഷേ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റണമോ എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനവും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അതൊരു നടപടിക്രമങ്ങൾ
വിവരങ്ങളിലൂടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് തന്നെ കൈമാറും എന്നൊരു പ്രതീക്ഷയാണ് എന്തായാലും ഈ സൂ അധികൃതർ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. വലിയ പ്രതിഷേധം സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ എല്ലാം തന്നെ ഉണ്ടായി. ഈ കടുവയെ കൊല്ലണമെന്ന ആവശ്യം ഉയർന്നു. പക്ഷെ അപ്പോഴും വനം വകുപ്പ് അതിനകത്ത് കൃത്യമായ ഒരു നിലപാട്, അല്ലെങ്കിൽ ഈ കടുവയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് വനം വകുപ്പ് പോയി. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൽക്കാലികമായി ഒരു മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് സജിയാണ് തൃശ്ശൂരിലെ പുത്തൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഐസൊലേഷൻ സംവിധാനം ഉൾപ്പെടെ സുവോളജിക്കൽ പാർക്കിൽ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സൂരജ് സജി അറിയിച്ചത്. കടുവയെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ സമയത്ത് പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ നമ്മൾ എത്തിക്കുകയും ചെയ്യും.